ഇന്ന് ഞാൻ വീണ്ടും 10,000 രൂപന്റെ അടുത്ത് ലോട്ടറി എടുക്കാൻ പോവാണ്. ഈ വട്ടമെങ്കിലും ലോട്ടറി അടിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് എടുക്കുന്നത്. ഒരു വട്ടം 10,000 രൂപന്റെ അടുത്ത് ലോട്ടറി എടുത്തിട്ട് ഒന്നും പോലും അടിച്ചില്ല. രണ്ടാം വട്ടം ഇതുപോലെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ലോട്ടറി അടിപ്പിച്ചു, പക്ഷെ അതും അടിച്ചില്ല. ഇപ്രാവശ്യം ലോട്ടറി എടുക്കാൻ കാരണം ഞാനും അച്ഛനും മുറ്റത്തിരുന്ന് വീട്ടിലത്തെ ചക്കപ്പഴം കഴിച്ചിരിക്കുന്ന സമയത്ത് എന്റെ നാള് നോക്കിയിട്ട് ഈ മാസം എനിക്ക് നല്ല ഭാഗ്യമാണ് വരാൻ പോകുന്നത് ഇത്ര. അതുകൊണ്ട് പറ്റിയ 2 ലോട്ടറി എടുത്ത് വെക്കാൻ അച്ഛൻ പറഞ്ഞു. ശേഷം അമ്മ കൊണ്ടുവന്ന ചായയും കുടിച്ചു കഴിഞ്ഞ് ചക്കപ്പഴം കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്ക് ATM പോയി. 1-2 ലോട്ടറി എടുത്ത് ചിലപ്പോൾ അടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് 10,000 രൂപന്റെ അടുത്ത് എടുത്തിട്ട് നിറയെ ലോട്ടറി എടുക്കാനേ പോകും. അങ്ങനെ വൈകുന്നേരത്തിൽ ലോട്ടറി എടുക്കാൻ പോവാണ്. ഇപ്രാവശ്യം ലോട്ടറി അടിക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലോട്ടറികൾ വിറ്റ് പോണ വാളയാർ വന്ന് പ്രൈസുകൾ കൂടുതൽ വീണിട്ടുള്ള കടന്റെ മുമ്പിലുള്ള ബോർഡ് നോക്കിയിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ കയറുന്നത്. അങ്ങനെ മാറി മാറി ഓരോരോ ലോട്ടറി കടകളിൽ കയറിയിട്ട് ചറ പറന്ന് ലോട്ടറി ടിക്കറ്റുകൾ എടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തെ കടകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് അടുത്ത ഭാഗത്തുള്ള കടകളിലേക്ക് പോകും. ഏത് ലോട്ടറി എടുക്കുമ്പോഴേക്കും ഈ ലോട്ടറി അടിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ലോട്ടറി ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത്. ഒരു കടയിൽ തന്നെ 8-9 ലോട്ടറി എടുക്കുന്നുണ്ട്, കൂടാതെ ബമ്പറുകളും. അങ്ങനെ മൊത്തം 6,400 രൂപയ്ക്ക് ലോട്ടറി എടുത്തിട്ടുണ്ട്. ഇത്രയും ലോട്ടറി അടിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമം വരും. ശേഷം ഒരു ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നല്ല തലവേദനയുണ്ട്. എന്തോ ആലോചിച്ച് മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ 2 അനിയന്മാരിനെ കണ്ടു. ഒരുപാട് സന്തോഷം. പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് തലവേദന എഴുതേണ്ട ഒറ്റ കിടപ്പ്, കുളിയൊന്നുമില്ല. അങ്ങനെ രാവിലെ എണീറ്റ് ഇനി എന്റെ കാത്തിരിപ്പ് 3 മണി ആവണ വരെയാണ്. അങ്ങനെ 3 മണി കഴിഞ്ഞതും ആപ്പ് സ്റ്റോറിന്ന് പൊൻകുടം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇതിൽ പെട്ടെന്ന് തന്നെ ലോട്ടറി റിസൾട്ട് നമുക്ക് നോക്കാൻ പറ്റും. ലൈവ് ആയിട്ട് പെട്ടെന്ന് റിസൾട്ടും കാണിക്കും, അതുപോലെ തന്നെ സ്കാൻ ചെയ്തിട്ടും നോക്കാം. ഞാൻ കുറച്ച് ലോട്ടറി അച്ഛൻ്റെ കയ്യിലും നോക്കാൻ കൊടുത്ത് കുറച്ച് ലോട്ടറി ഞാനും എടുത്തിട്ട് ഇപ്പൊ ലോട്ടറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ആദ്യം എടുത്ത് നോക്കിയ ലോട്ടറി തന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ പ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജസ്റ്റ് മിസ് നോക്കിയപ്പോൾ വെറും ഒരേ ഒരു നമ്പറിന് 200 രൂപ പോയി. അങ്ങനെ ഓരോരോ ടിക്കറ്റ് ആയിട്ട് ഞാനിപ്പോ സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ലോട്ടറി ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കണമെങ്കിലും ഒന്നിലും പ്രൈസ് കാണാനില്ല. ഇതിൽ പോലും ഒന്നും അടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാകും. കാരണം ഇത് 3ാം തവണയാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇത്രയും ലോട്ടറി ടിക്കറ്റ് നോക്കിയിട്ട് വിഷമമായത് വേറെ ഒന്നും തന്നെയല്ല. ഇത്രയും ലോട്ടറി ടിക്കറ്റ് നോക്കിയിട്ട് ജസ്റ്റ് മിസ്സിന് എത്ര നമ്പർ പോയി നോക്കിയപ്പോഴാണ് ഒരു നമ്പറിന് 100, ഒരു നമ്പറിന് 200, ഒരു നമ്പറിന് 100, അങ്ങനെ 7 ടിക്കറ്റാണ് ഓരോരോ നമ്പറിന് പ്രൈസ് പോയത്. അങ്ങനെ എന്റെ കയ്യിലുള്ള ഇത്രയും ലോട്ടറി ടിക്കറ്റ് നോക്കിയിട്ട് ഒന്നിൽ പോലും പ്രൈസ് ഇല്ല. കാരുണ്യ ലോട്ടറി എന്നോട് കാരുണ്യം കാണിച്ചില്ല. അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ ഇത്രയും എണ്ണം നോക്കി കഴിഞ്ഞു, അതിലൊന്നും പ്രൈസ് ഇല്ല. അങ്ങനെ അച്ഛൻ മൊത്തം ലോട്ടറി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ലോട്ടറിയിൽ പോലും അച്ഛൻ്റെ കയ്യിലും പ്രൈസ് ഇല്ല അത്ര. എന്നിട്ട് അച്ഛൻ പറയാൻ എനിക്ക് ബമ്പർ ലോട്ടറിയിലാണ് ഇത്ര ഭാഗ്യം വരാൻ പോകുന്നത് ഇത്ര. 3ാം വട്ടമാണ് ഞാൻ ഇതുപോലെ ഇരിക്കുന്നത്. പിന്നെ ലോട്ടറി നോക്കണവർക്ക് പൊൻകൂടം എന്ന് പറയുന്ന ഈ ആപ്പ് എല്ലാം കൊണ്ട് ഉപകാരപ്പെടും ട്ടാ. ഇനി എന്റെ പ്രതീക്ഷ സാമി റൂമിൽ വെച്ചിരിക്കുന്ന ഈ ബമ്പർ ലോട്ടറിയിലാണ്. അപ്പൊ എന്തായാലും ബമ്പർ ലോട്ടറി അടിക്കുന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം.